ക്യൂട്ടീസ്, എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? അവിടെയൊക്കെ എങ്ങനെയാ, മഴ കുറവുണ്ടോ? അവിടെ പാലക്കാട് അത്യാവശ്യം കുറവുണ്ട് മഴ. എനിവേസ് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ചെറിയൊരു സ്റ്റോറി പറയാൻ വേണ്ടി വന്നതാണ്. സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം. പണ്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട്സിനൊന്നും കൊണ്ടുവരാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വീട് ചെറിയ വീടായിരുന്നു, തേച്ചിട്ടൊന്നും ഇല്ല വീട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട്സ് വരുന്നത് പൊതുവെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാൻ പൊതുവെ ന്യൂസ് കാണുന്ന ഒരാളാണേ. നമ്മുടെ കേരളത്തിനെ നടുക്കിയ ആ ഒരു ന്യൂസ്, 2018 വെള്ളപ്പൊക്കവും ചൂരൽമലയിലെ അപകടവും, ഈ ഒരു ന്യൂസ് തന്നെയായിരുന്നു എൻ്റെ ചിന്താഗതിയെ മാറ്റിയത്. പക്ഷെ ആ വെള്ളപ്പൊക്കമൊക്കെ വന്ന ടൈമിൽ ഞങ്ങൾക്ക് സ്കൂൾ ലീവ് കിട്ടിയത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ അത് ഇന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു റിഗ്രറ്റ്. അതേപോലെ സ്വന്തം വീട് നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും അതെല്ലാം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ സ്വപ്നമാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. അതേപോലെ തന്നെ മലയാളികളുടെ ആ ഒരു സഹകരണവും, അന്നത്തെ ആ സഹകരണമാണ് ഇന്ന് നമ്മളതെല്ലാം തരണം ചെയ്ത് വരാൻ ഉണ്ടാക്കിയ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത്. തുടർന്നും അങ്ങനെ തന്നെ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുന്നേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി, ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടിയതിനെ ഇഷ്ടപ്പെട്ടതുപോലെ ആക്കുക എന്നതാണ് പിന്നെ എൻ്റെ മൈൻഡിൽ വന്നൊരു സംഭവം. അതുതന്നെയാണ് ഞാനിപ്പോഴും ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞു വീടിനെ ഞാൻ കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് ചിത്രമൊക്കെ വരയ്ക്കുന്നത്. എൻ്റെ അമ്മമ്മയുടെ പരാതിയായിരുന്നു ആ ഭാഗം കാണാൻ വൃത്തിയില്ലാന്ന്. അപ്പോൾ ഇത്തിരി വൃത്തിയായിക്കോട്ടെ കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ ലൈക്കും കമൻ്റ് ഒന്നും മറക്കല്ലേ. പറ്റിയൊന്ന് ഫോളോ ചെയ്യാം. പിന്നെ എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ. ഇതിൻ്റെ റെഫറൻസ് പിക്ചർ എൻ്റെ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ബൈ ക്യൂട്ടീസ്.